Welcome to our channel. ഇന്ന് ജൂലൈ 7. ഇന്ന് ഏതൊക്കെ സിനിമകളാണ് ഈ ആഴ്ച OTT ഇറങ്ങാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് OTTയിൽ ഇറങ്ങുന്ന മലയാളം സിനിമകൾ നോക്കാം. നമ്പർ 1 നരിവേട്ട. അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ് ഒരു പ്രധാന വേഷത്തിലെത്തുന്ന ഒരു മലയാളം ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് നരിവേട്ട. ചിത്രം ഇപ്പോൾ ജൂലൈ 11 സോണി ലിവിൽ സ്ട്രീം ചെയ്യാൻ ഒരുങ്ങുന്നു. നരിവേട്ട യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിയമപാലകരും പ്രതിഷേധിക്കുന്ന ആദിവാസി സമൂഹങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിലകപ്പെട്ട ഒരു യുവ പോലീസ് ഉദ്യോഗസ്ഥന്റെ വേദനാജനകമായ അനുഭവങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഒരു സാങ്കല്പിക ആഖ്യാനം നെയ്തെടുത്ത ഈ സിനിമ സംഘർഷങ്ങൾ വർദ്ധിക്കുമ്പോൾ അധികാരം, നീതി, ധാർമ്മിക സംഘർഷം എന്നിവയുടെ കഠിനമായ യാഥാർത്ഥ്യങ്ങളെ നേരിടാൻ നിർബന്ധിതനാകുന്നു. തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം ലഭിച്ച സിനിമ ടൊവിനോ തോമസിന്റെ കരിയർ ബെസ്റ്റ് സിനിമയിലൊന്നാണ്. നമ്പർ 2 മൂൺ വോക്ക്. നവാഗതനായ വിനോദ് AK സംവിധാനം ചെയ്യുന്ന ഒരു മലയാളം കൗമാര ഹാസ്യ നാടകമാണ് മൂൺ വോക്ക്. നൃത്തത്തോടുള്ള ഇഷ്ടത്തിലൂടെ അഭേദ്യമായ ബന്ധം പങ്കിടുന്ന ഒരു ചെറിയ പട്ടണത്തിലെ ഒരു കൂട്ടം കൗമാരക്കാരെ ചുറ്റിപ്പറ്റിയാണ് കഥ വികസിക്കുന്നത്. സ്വപ്നങ്ങളാലും ദൃഢനിശ്ചയത്താലും പ്രചോദിതരായ അവർ വെല്ലുവിളികൾ, സാമൂഹിക പ്രതീക്ഷകൾ, വ്യക്തിപരമായ പോരാട്ടങ്ങൾ എന്നിവയിലൂടെയെല്ലാം കടന്നുപോകുമ്പോൾ തന്നെ അവരുടെ അഭിനിവേശം നിലനിർത്തുന്നു. സൗഹൃദം, സ്വയം കണ്ടെത്തൽ, ചലനത്തിലൂടെയും താളത്തിലൂടെയും സ്വയം പ്രകടിപ്പിക്കാനുള്ള നിരന്തര പരിശ്രമമാണ് അവരുടെ യാത്ര. ചിത്രം ഇപ്പോൾ OTT റിലീസിനെത്തുകയാണ്. നാളെ ജൂലൈ 8 ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇറങ്ങുകയാണ്. നമ്പർ 3 നടികർ. കഴിഞ്ഞ വർഷം റിലീസായ ടൊവിനോ തോമസിന്റെയും ഭവനയുടെയും ചിത്രമായ നെടിഗറിന്റെ OTT അവകാശങ്ങൾ ഇപ്പോൾ സൈൻ പ്ലേ OTT പ്ലാറ്റ്ഫോം സ്വന്തമാക്കിയിരിക്കുകയാണ്. ചിത്രം വൈകാതെ തന്നെ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് തെലുങ്ക് ഭാഷാ സിനിമകളുടെ OTT റിലീസുകൾ നോക്കാം. നമ്പർ 1 ഉപ്പ് കപ്പുരമ്പു. 2025 ജൂലൈ 4 ആമസോൺ പ്രൈം വീഡിയോയിൽ നേരിട്ട് പ്രീമിയർ ചെയ്ത ഒരു തെലുങ്ക് ആക്ഷേപഹാസ്യ ചിത്രമാണ് ഉപ്പ് കപ്പുരമ്പു. അനി IV ശശി സംവിധാനം ചെയ്ത് വസന്ത് മരിങ്ങന്തി എഴുതിയ ഈ ചിത്രത്തിൽ സുഹാസും കീർത്തി സുരേഷും പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. ബാബു മോഹൻ, ശത്രു, തല്ലൂരി രാമേശ്വരി എന്നിവർ അഭിനയിച്ചു. സ്വീകർ അഗസ്തി, രാജേഷ് മുരുകേശൻ എന്നിവരുടെ സംഗീതത്തിൽ ദിവാകർ മണി ഛായാഗ്രഹണവും ശ്രീജിത്ത് സാരംഗ് എഡിറ്റിംഗും നിർവഹിക്കുന്നു. എൽനാർ ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡിന് കീഴിൽ രാധിക ലവു ആണ് നിർമ്മാണം. ലിമിറ്റഡ് ഉപ്പുകപ്പുരമ്പ് തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളിൽ സ്ട്രീം ചെയ്യും. പാൻ ഇന്ത്യ പ്രേക്ഷകർക്ക് ആക്ഷേപഹാസ്യത്തിന്റെയും നർമ്മത്തിന്റെയും ഊർച്ചാർന്ന മിശ്രിതം വാഗ്ദാനം ചെയ്യുന്നു. രണ്ടാമത്തെ ചിത്രം ഓൾ ഇന്ത്യ റാങ്കേഴ്സ്. 2025 ജൂലൈ 3 മുതൽ ETV വിന്നിൽ സംപ്രേഷണം ചെയ്യാനൊരുങ്ങുന്ന തെലുങ്ക് യുവ കോമഡി എന്റർടൈനറാണ് ഓൾ ഇന്ത്യ റാങ്കേഴ്സ്. ജോസഫ് ക്ലിന്റൺ സംവിധാനം ചെയ്ത ഈ വെബ് സീരീസിൽ ഹർഷ് റോഷൻ, ഭാനു പ്രകാശ്, ജയതീർത്ഥ, ഹർഷ ചെമുഡു, രമണ ഭാർഗവ്, ചൈതന്യ റാവു മഡാഡി, ജീവൻ കുമാർ, സന്ദീപ് രാജ്, അക്ഷര, സുനിൽ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. അനിവിയുടെ ചടുലമായ സംഗീതവും സിഞ്ചിത്തിന്റെ പശ്ചാത്തല സംഗീതവും ചേർന്ന് ഈ പരമ്പര വിദ്യാർത്ഥി ജീവിതത്തിന്റെ രസകരവും കുഴപ്പങ്ങളും തുറന്നുകാട്ടുന്നു. ദൃശ്യങ്ങൾ SS മനോജ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. എഡിറ്റിംഗ് ശ്രീകാന്ത് പട്നായിക് കൈകാര്യം ചെയ്യുന്നു. പോക്കറ്റ് മണി പിക്ചേഴ്സിന്റെയും VGK ക്രിയേഷൻസിന്റെയും ബാനറുകളിൽ സന്ദീപ് രാജ്, സൂര്യ വാസുപള്ളി എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ പരമ്പര ഈ ജൂലൈയിൽ ഒരു രസകരമായ OTT അനുഭവം വാഗ്ദാനം ചെയ്യുന്നു. ഇനി നമുക്ക് തമിഴ് സിനിമകൾ നോക്കാം. നമ്പർ 1 ഗുഡ് വൈഫ്. ഗുഡ് വൈഫ് എന്ന സിനിമ 2025 ജൂലൈ 3 മുതൽ ജിയോ സിനിമയിൽ തമിഴിലും നിരവധി ഇന്ത്യൻ ഭാഷകളിലും സംപ്രേഷണം ചെയ്യാൻ ഒരുങ്ങുന്നു. പ്രമുഖ അഭിഭാഷകനായ ഭർത്താവ് ഒരഴിമതിയിൽ കുടുങ്ങിയതിനെ തുടർന്ന് നിയമപരമായ രീതിയിലേക്ക് മടങ്ങിവരാൻ പ്രതിരോധിക്കുന്ന ഒരു സ്ത്രീയുടെ ജീവിതമാണ് ഈ കോടതിമുറി ചിത്രം പിന്തുടരുന്നത്. നീതി, കുടുംബം, വ്യക്തിപരമായ സത്യസന്ധത എന്നിവയുടെ സങ്കീർണതകളിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്. പരമ്പര ആവേശകരമായ നിയമ പോരാട്ടങ്ങളും വൈകാരിക വഴിത്തിരിവുകളും നൽകുന്നു. ചിത്രം ജൂലൈ 3 ജിയോ സിനിമയിൽ റിലീസ് ചെയ്യും. നമ്പർ 2 പരമശിവൻ ഫാത്തിമ. വിശ്വാസം, സ്വത്വം, സാമൂഹിക പോരാട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന പരമശിവൻ ഫാത്തിമ എന്ന ചിത്രം ഫാത്തിമയുടെ ജീവിതത്തെയും പരമശിവനുമായുള്ള അവരുടെ അപ്രതീക്ഷിത ബന്ധത്തെയും പര്യവേക്ഷണം ചെയ്യുന്നു. ശക്തമായ കഥപറച്ചിലൂടെയും വൈകാരിക ആഴത്തിലൂടെയും വികസിക്കുന്നു. അടിസ്ഥാനപരമായ ആഖ്യാനത്തിലൂടെയും ശക്തമായ പ്രകടനങ്ങളിലൂടെയും ഐക്യത്തിന്റെയും വ്യക്തിപരമായ പരിവർത്തനത്തിന്റെയും പ്രമേയങ്ങൾ ചിത്രം എടുത്തുകാണിക്കുന്നു. തമിഴ് ചിത്രമായ പരമശിവൻ ഫാത്തിമ ഇപ്പോൾ തമിഴിലും സിംപ്ലി സൗത്തിലും സ്ട്രീം ചെയ്യുന്നു. നമ്പർ 3 തഗ് ലൈഫ്.
ഈ വർഷത്തെ ഏറ്റവും മനംകട്ട് സിനിമയായ തഗ് ലൈഫാണ് അടുത്തത്. മണിരത്നം സംവിധാനം ചെയ്ത തഗ് ലൈഫിൽ കമൽ ഹാസൻ, സിലംബരസൻ TR, തൃഷ, ജോജു ജോർജ്, അശോക് സെൽവൻ, ഐശ്വര്യ ലക്ഷ്മി എന്നിവർ അഭിനയിക്കുന്ന ഒരു ശക്തമായ ഗാങ്സ്റ്റർ ഡ്രാമയാണിത്. അമരൻ എന്ന ചെറുപ്പക്കാരനെ ദത്തെടുക്കുന്ന ഒരു കുറ്റവാളിയായ ശക്തിവേൽ എന്ന കഥാപാത്രത്തെ ചുറ്റിയാണ് കഥ വികസിക്കുന്നത്. അധോലോകത്തിനുള്ളിൽ അമരൻ ഉയർന്നു വരുമ്പോൾ ആഴത്തിൽ വേരൂന്നിയ വഞ്ചന അവരുടെ ബന്ധത്തെ ഭീഷണിപ്പെടുത്തുകയും ശക്തിവേൽ സാമ്രാജ്യത്തിന്റെ അടിത്തറ തന്നെ ഇളക്കുകയും ചെയ്യുന്നു. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിലെ ബഹുഭാഷാ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കി. തുടക്കത്തിൽ 8 ആഴ്ചത്തെ പോസ്റ്റ് തിയേറ്റർ വിൻഡോയ്ക്കായി സെറ്റ് ചെയ്തിരുന്നെങ്കിലും മിശ്ര അഭിപ്രായങ്ങൾ നേരത്തെ ഡിജിറ്റൽ റിലീസിന് കാരണമായി. ഇനി നമുക്ക് കന്നഡ സിനിമകളുടെ OTT റിലീസുകൾ നോക്കാം. നമ്പർ 1, സിഡ്ലിംഗു 2. യോഗേഷ് നായകനായി വിജയ് പ്രസാദിന്റെ കോമഡി ഡ്രാമ ചിത്രം സിഡ്ലിംഗു 2 ഫെബ്രുവരി 14 തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു. നിരൂപകരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും മികച്ച പ്രതികരണം ലഭിച്ചു. ആമസോൺ പ്രൈം വീഡിയോ അതിന്റെ ഡിജിറ്റൽ അവകാശങ്ങൾ സ്വന്തമാക്കി. ജൂലൈ 3 മുതൽ ചിത്രം സ്ട്രീം ചെയ്യാൻ തുടങ്ങി. എന്നിരുന്നാലും ഇത് നിലവിൽ UK-യിലും US-ലും മാത്രമേ ലഭ്യമാകൂ. ഇനി നമുക്ക് ബോളിവുഡ് സിനിമകൾ നോക്കാം. നമ്പർ 1, കാളിധർ ലാപത. മധുമിത സംവിധാനം ചെയ്ത് അഭിഷേക് A. ബച്ചൻ, ദൈവിക് ബാഗേല, മുഹമ്മദ് സീഷൻ അയ്യൂബ് തുടങ്ങിയവരെ അവതരിപ്പിക്കുന്ന ഒരു പുതിയ നാടക ചിത്രമാണ് കാളിധർ ലാപത. C5-ൽ കാളിധർ ലാപത സ്ട്രീം ചെയ്യും. സിനിമയുടെ കഥാപശ്ചാത്തലമെന്ന് പറയുന്നത് കുടുംബം തന്നെ ഉപേക്ഷിക്കാനുള്ള പദ്ധതി കണ്ടെത്തിയതിനെ തുടർന്ന് ഒറ്റപ്പെടലിന്റെയും ലക്ഷ്യബോധത്തിന്റെയും വികാരത്താൽ വലയുന്ന കാളിധർ ഒളിച്ചോടാൻ തീരുമാനിക്കുന്നു. ദൈവിക് ബാഗേല അവതരിപ്പിക്കുന്ന 8 വയസ്സുള്ള ഒരു അനാഥനായ ബല്ലുവിനെ കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ യാത്ര അപ്രതീക്ഷിത വഴിത്തിരിവിലേക്ക് നീങ്ങുന്നു. അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ ദൈവിക് ബാഗേല അവതരിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ അതിരുകളില്ലാത്ത ഊർജവും ജിജ്ഞാസയും കാളിധരന്റെ ഇരുണ്ട ലോകത്തേക്ക് പ്രതീക്ഷയുടെ ഒരു തീപ്പൊരി കൊണ്ടുവരുന്നു. 2025 ജൂലൈ 4 മുതൽ കാളിധർ ലാപത C5-ൽ സ്ട്രീം ചെയ്യും. നമ്പർ 2, രാജീവ് ഗാന്ധി അസാസിനേഷൻ കേസ്. അമിത് സിയാൽ, സാഹിൽ വൈദ്, ഭഗവതി പെരുമാൾ, ദാനിഷ് ഇക്ബാൽ, ഗിരീഷ് ശർമ്മ, വിദ്യുത് ഗാർഗി, ഷഫീഖ് മുസ്തഫ എന്നിവരെയും മറ്റും ഉൾപ്പെടുത്തി നാഗേഷ് കുക്കുനൂർ സംവിധാനം ചെയ്ത രാഷ്ട്രീയ വെബ് സീരീസാണ് ദി ഹണ്ട്, ദി രാജീവ് ഗാന്ധി അസാസിനേഷൻ കേസ്. അനിരുദ്ധ മിത്ര എഴുതിയ 90 ഡേയ്സ്, ദി ട്രൂ സ്റ്റോറി ഓഫ് ദി ഹണ്ട് ഫോർ രാജീവ് ഗാന്ധിസ് അസാസിൻസ് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് എഴുതിയത്. ദി രാജീവ് ഗാന്ധി അസാസിനേഷൻ കേസ് ജൂലൈ 4 മുതൽ സോണി ലീവിൽ സ്ട്രീം ചെയ്യാൻ ആരംഭിച്ചു. ഇനി നമുക്ക് OTT-യിൽ ഇറങ്ങുന്ന ഹോളിവുഡ് ചിത്രങ്ങൾ നോക്കാം. നമ്പർ 1, ദ ഓൾഡ് ഗാർഡ് 2. ഗ്രെഗ് റുഖയും സാര L. വോക്കറും ചേർന്ന് തന്റെ കോമിക് പുസ്തകമായ ദ ഓൾഡ് ഗാർഡിനെ അടിസ്ഥാനമാക്കി തിരക്കഥ എഴുതി വിക്ടോറിയ മഹോണി സംവിധാനം ചെയ്ത 2025-ലെ ഒരു അമേരിക്കൻ സൂപ്പർ ഹീറോ ചിത്രമാണ് ദ ഓൾഡ് ഗാർഡ് 2. ആദ്യ ചിത്രത്തിന്റെ തുടർച്ചയായി വരുന്ന ഈ ചിത്രത്തിൽ ചാർലീസ് തെറോൺ, കിക്കി ലെയ്ൻ, മത്തിയാസ് ഷോണേർട്സ്, മർവാൻ കെൻസാരി, ലൂക്ക മരിനെല്ലി, വെറോണിക്ക എൻഗോ, ചിവിറ്റൽ എജിയോഫോർ എന്നിവർ ആദ്യ ചിത്രത്തിലെ വേഷങ്ങൾ വീണ്ടും അവതരിപ്പിക്കുമ്പോൾ ഹെൻറി ഗോൾഡിങ്ങും ഉമ്മ തുർമാനും അഭിനയിക്കുന്നു. ചിത്രം ഇപ്പോൾ ജൂലൈ 2-ന് OTT റിലീസ് ചെയ്തു. ഇനിയും കാണുന്നതുവരെ ഗുഡ് ബൈ. സിനിമകൾ ഫ്രീ ആയി ലഭിക്കാൻ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ടെലിഗ്രാം ചാനൽ സന്ദർശിക്കൂ.